സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട UIDAIയുടെ അറിയിപ്പുകളാണ്. ആധാറിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ആധാറിന്റെ ഫോട്ടോ കോപ്പികൾക്ക് പകരം QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ആധാർ സംവിധാനമാണ് ഇനി വരുന്നത്. ആധാർ ദുരുപയോഗം തടയുന്നതിന് ഈ സംവിധാനം വളരെ പ്രധാനമാണ് എന്ന് UIDAI ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഭുവനേഷ് കുമാർ പറഞ്ഞു. ഹോട്ടൽ ചെക്കിനുകൾ, ട്രെയിൻ യാത്ര, പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങളിൽ തിരിച്ചറിയലിനായി പൂർണ്ണമായതോ ഭാഗികമായതോ ആയ ഫോർമാറ്റുകൾ തെരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്ക് ആധാർ ഡിജിറ്റലായി ഷെയർ ചെയ്യാൻ സാധിക്കും. വിലാസം, ഫോൺ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യൽ, പേരുമാറ്റം, തെറ്റായ ജനനതീയതി തിരുത്തൽ എന്നിവയെല്ലാം ഉപഭോക്താക്കൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് പുതുതായി വരുന്നത്. ഉപഭോക്താക്കളുടെ സമ്മതത്തോടെ മാത്രമാണ് ഡാറ്റകൾ പങ്കിടാൻ സാധിക്കുകയുള്ളൂ എന്ന് സാരം. സ്വത്ത് രജിസ്ട്രേഷൻ സമയത്ത് സബ് രജിസ്ട്രാർമാർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സ്വത്ത് രജിസ്റ്റർ ചെയ്യാൻ വരുന്നവരുടെ യോഗ്യതാ പത്രങ്ങൾ പരിശോധിക്കാനായി ആധാർ ഉപയോഗിക്കാൻ UIDAI സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നും അതുവഴി ചില തട്ടിപ്പുകൾ തടയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 5 മുതൽ 7 വയസ്സുവരെയും 15 മുതൽ 17 വയസ്സുവരെയും പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് മറ്റ് ഡാറ്റ അപ്ഡേഷൻ ഉറപ്പാക്കുന്നതിനായി UIDAI CBSEയുമായും മറ്റ് പരീക്ഷാ ബോർഡുമായും ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആധാർ കാർഡ് അപ്ഡേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ആധാർ കാർഡിലെ വിലാസം, അതല്ലെങ്കിൽ ഫോട്ടോ, പേര്, ജനന തീയതി അങ്ങനെയുള്ള അപ്ഡേഷനുകൾ വരുത്തുന്നതിനായി ആധാർ കാർഡിൽ 10 വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് UIDAI റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് നിർബന്ധമാക്കിയിട്ടില്ല എങ്കിൽ പോലും ഇത് ഏറെക്കുറെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് സർക്കാരുകൾ കാണുന്നത്. 10 വർഷമാകുമ്പോൾ ഒന്ന് ഫോട്ടോയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ നടപടി ഇപ്പോൾ സൗജന്യമായി തന്നെ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെയ്യുമ്പോൾ അവർക്കുള്ളൊരു സർവീസ് ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. എന്നാൽ UIDAIയിലേക്ക് ഫീസൊന്നും നിങ്ങൾ നൽകേണ്ടി വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.